വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം ദേവപൂജോപാഖ്യാനം തുടരുന്നു. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പേജ് 320, 282 ശ്ലോകം. ആധിവ്യാധിപരിതേന മോഹസംരംഭശാലിന സർവോപദ്രവദുഃഖേന പ്രാപ്തേനാത്മാനമർച്ചയേത്. മോഹസംരംഭങ്ങളോടുകൂടി ആധിവ്യാധികൾ കൊണ്ട് നിറഞ്ഞ് വന്നു ചേരുന്ന എല്ലാ ഉപദ്രവ ദുഃഖങ്ങൾ കൊണ്ടും ആത്മദേവനെ അർച്ചിക്കണം. സർവം ആത്മമയം എന്ന് ഭാവന ചെയ്യുന്നതാണ് അർച്ചനാവിധം. കാലപ്രവാഹത്തിൽ ഒഴുകി വരുന്ന ദാരിദ്ര്യം കൊണ്ടും സാമ്രാജ്യം കൊണ്ടും വിചിത്രങ്ങളായ ചേഷ്ടാപുഷ്പങ്ങൾ കൊണ്ടും ശുദ്ധബോധസ്വരൂപനായ ദേവനെ പൂജിക്കണം. നിഷിദ്ധങ്ങളും അനിഷിദ്ധങ്ങളുമായ എല്ലാ സുഖ അനുഭവങ്ങളും കൊണ്ട് എപ്പോഴും ആ ദേവനെ ഉപാസിക്കണം. ത്യാഗം കൊണ്ടും രാഗം കൊണ്ടും ഉണർന്നിരിക്കുന്ന ആത്മദേവനെ പൂജിക്കണം. പോയതൊക്കെ വിട്ടുകളയണം. വരുന്നതൊക്കെ അംഗീകരിക്കണം. രണ്ടിടത്തും നിർവികാര സമഭാവം അനുഭവിക്കണം. ഇതാണ് ഏറ്റവും വലിയ ദേവപൂജ. 283 പദ്യം. ആപാതരമണീയം യത്തഥാപാദദുസ്സഹം സർവമാത്മമയം കുര്യാത് നിത്യാത്മാർച്ചാപരോ നരഃ. ഒറ്റനോട്ടത്തിൽ രമണീയമാണെന്ന് തോന്നുന്നതും അതിദുസ്സഹമാണെന്ന് തോന്നുന്നതുമെല്ലാം സദാ ആത്മപൂജാ തൽപരനായ ആൾ ആത്മമയമാണെന്ന് ഭാവന ചെയ്തുറപ്പിക്കേണ്ടതാണ്. ആത്മാർച്ചനം എളുപ്പമാണ്. എപ്പോഴും എവിടെയും എന്ത് രൂപത്തിലും കാണപ്പെടുന്ന എന്തും സർവം ബ്രഹ്മമയം എന്നുറപ്പിച്ച് ഭാവന ചെയ്യുന്നത് തന്നെയാണ് ആത്മാർച്ചന വ്രതം. സത്യമറിയുന്നയാൾ സ്വാഭാവികമായി വന്നു ചേരുന്ന ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല, തള്ളിക്കളയുന്നുമില്ല. സമുദ്രം നദികളെ സ്വീകരിക്കുന്നത് പോലെ അദ്ദേഹം അനുഭവങ്ങൾ എന്തും സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നു. നിസ്സാരങ്ങളോ ഗൗരവപൂർണങ്ങളോ ആയ ഒന്നിലും വേവലാതിപ്പെടുന്നില്ല. വീഴുന്നതും വീഴാതിരിക്കുന്നതുമായ പദാർത്ഥങ്ങളെക്കുറിച്ച് ആകാശം നിർവികാരമായി വർത്തിക്കുന്നത് പോലെ വർത്തിക്കുന്നു. ദേശം, കാലം, കർമ്മം ഇവയ്ക്കനുസരണമായി ശുഭമോ അശുഭമോ എന്തു വന്നാലും അക്ഷോഭ്യമായി സമചിത്തതയോടെ അവയെ അംഗീകരിക്കുന്നതാണ് ദേവാർച്ചനം. എന്തെല്ലാം പദാർത്ഥ ശോഭകളാണോ ഈ ആത്മാർച്ചനാ പ്രകാരത്തിൽ പറയപ്പെട്ടവ എല്ലാം ഒരേ സമരസത്തോടെ ഭാവന ചെയ്ത് അംഗീകരിക്കപ്പെടേണ്ടവയാണ്. പുളിരസം, കവർപ്പുരസം, കയ്പുരസം, കഷായരസം എന്തുമാകട്ടെ, വിചിത്രങ്ങളായ ആ രസങ്ങളെല്ലാം മധുരങ്ങളായി തന്നെ അംഗീകരിക്കപ്പെടേണ്ടവയാണ്. അതീന്ദ്രിയമായ സത്യത്തിൻ്റെ ഭാവനയോടുകൂടി അംഗീകരിക്കപ്പെടുന്ന ഏതു രസവും ആ ക്ഷണം അമൃതമായി തന്നെ അനുഭവപ്പെടും. സമഭാവനയോടുകൂടി എന്തെന്തൊക്കെ അംഗീകരിക്കപ്പെടുന്നുവോ അവയെല്ലാം ചന്ദ്രനിൽ നിന്നും പൊഴിഞ്ഞു വീണവയെന്ന പോലെ മധുരങ്ങളായി തന്നെ അനുഭവപ്പെടും. പാറ പോലെ ഘനീഭൂതാനന്ദ സ്വരൂപിയായ ജ്ഞാനിയാൽ ലോകത്തെന്തും പൂർണ്ണചന്ദ്രതുല്യം പൂർണ്ണമായും സമപ്രകാശമായും ഭാവന ചെയ്യപ്പെടേണ്ടതാണ്. മഹർഷേ, സുഖദുഃഖ ഭ്രമം ഉളവാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും ദേശകാല കർമ്മമനുസരിച്ച് വന്നും പോയുമിരിക്കുന്നു. മഹർഷേ, സുഖദുഃഖ ഭ്രമം ഉളവാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും ദേശകാല കർമ്മ ക്രമം അനുസരിച്ച് വന്നും പോയുമിരിക്കുന്നു. ഈ മായാപ്രവാഹത്തെ മാറിക്കാൻ ആർക്ക് കഴിയും? ഇവിടെ ശരീരനായകനായ ചിന്മാത്രദേവനെ സർവത്ര ഭാവന ചെയ്തർച്ചിച്ച് മനസ്സുകൊണ്ട് എല്ലാ ആശകളും പുറംതള്ളി ശാന്തനായി വർത്തിക്കൂ. ഈശ്വരൻ തുടർന്നു. ഒരു സത്യാന്വേഷി വെളുത്തേടൻ അഴുക്കുകൊണ്ട് വസ്ത്രത്തിൻ്റെ അഴുക്കെടുക്കുന്നത് പോലെ ശ്രേഷ്ഠയായ വിദ്യ കൊണ്ട് നീചയായ അവിദ്യയെ പുറന്തള്ളി മുന്നോട്ട് പോകേണ്ടതാണ്. അദ്വൈത വസ്തുജ്ഞാനമാണ് സത്യം. അതിനുവേണ്ടി ചെയ്യുന്ന സാധനകളെല്ലാം ദ്വൈതത്തിലായതുകൊണ്ട് അവിദ്യയാണ്. അവിദ്യാംശങ്ങളായ സാധനകൾ അദ്വൈതപ്രാപ്തിക്ക് നേരിട്ടു കാരണങ്ങളല്ലെങ്കിലും ശ്രേഷ്ഠങ്ങളായ അവിദ്യാംശങ്ങൾ നീചങ്ങളായവയെ പുറന്തള്ളി ക്രമേണ കാരണങ്ങളായി ഭവിക്കുന്നു.
ഇപ്രകാരമാണ് ഗുരുപദേശം തുടങ്ങിയവയെല്ലാം ജ്ഞാനത്തിന് കാരണങ്ങളായി ഭവിക്കുന്നത്. ഗുരുപദേശം ക്രമത്തിൽ ആവർത്തിച്ച് തുടങ്ങുമ്പോൾ അദൃശ്യവും അനിർദ്ദേശ്യവുമാണെങ്കിലും ആത്മാവ് ഉള്ളിൽ തെളിയാൻ തുടങ്ങുന്നു. 284 ശാസ്ത്രാർത്ഥൈ ബുദ്ധ്യതേ നാത്മാ ഗുരോർവചനതോ നജ ബുദ്ധ്യതേ സ്വയമേവൈഷ സ്വബോധവശതസ്വതഃ. ആത്മാവ് ശാസ്ത്രാർത്ഥൈ ന ബുദ്ധ്യതേ, ശാസ്ത്രവിചാരം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നില്ല. ഗുരോഹോ വചനതഃ നച, ഗുരുപദേശം കൊണ്ടും ഗ്രഹിക്കപ്പെടുന്നില്ല. സ്വതഃ സ്വബോധവശതഃ, സ്വാഭാവികമായുണ്ടാകുന്ന സ്വരൂപജ്ഞാനം കൊണ്ട് യേശഃ സ്വയം ഏവ ബുദ്ധ്യതേ, ഈ ആത്മാവ് സ്വയം തെളിയുകയാണ് ചെയ്യുന്നത്. ആത്മാവ് ശാസ്ത്രവിചാരം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നില്ല, ഗുരുപദേശം കൊണ്ടും ഗ്രഹിക്കപ്പെടുന്നില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്വരൂപജ്ഞാനം കൊണ്ട് ഈ ആത്മാവ് സ്വയം തെളിയുകയാണ് ചെയ്യുന്നത്. ബുദ്ധ്യതേ സ്വയമേ വൈഷഃ, എല്ലാവരുടെയും സ്വരൂപമാണ് ആത്മാവ്. സ്വരൂപം നഷ്ടപ്പെട്ടിട്ടില്ല, ഒരിക്കലും നഷ്ടപ്പെടുകയുമില്ല. സ്വരൂപത്തിന് ഒരു കളങ്കവും പറ്റിയിട്ടുമില്ല. അപ്പോൾ ഏതെങ്കിലും കർമ്മം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതോ മാറ്റിയെടുക്കേണ്ടതോ പ്രാപിക്കേണ്ടതോ ശുദ്ധീകരിച്ചെടുക്കേണ്ടതോ അല്ല ആത്മാവ്. പിന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? താൻ ബോധരൂപമായ ആത്മാവാണെന്ന കാര്യം മറന്നുപോയി, അത്രയുള്ളൂ. മറവി നിലനിൽക്കുമ്പോഴും ആത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് സത്യം. ഒരു മനുഷ്യൻ എന്തോ ഭ്രമം കൊണ്ട് താൻ മനുഷ്യനാണെന്ന കാര്യം മറന്നുപോയി എന്ന് കരുതുക. മറവി ഉള്ളപ്പോഴും അയാൾ മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യനാകാൻ വേണ്ടി അയാളിന് വിശേഷിച്ചൊന്നും ചെയ്യേണ്ടതില്ല. താൻ മനുഷ്യനാണെന്നുള്ള സത്യമൊന്ന് ഓർമ്മിച്ചുറപ്പിച്ചാൽ മതി. അതയാൾ സ്വയം അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. സ്വയം ഓർമ്മിച്ച് ഉറപ്പിക്കുന്നതോടുകൂടി തൻ്റെ മനുഷ്യത്വം അനുഭവ വിഷയമാകും. ഇതുതന്നെയാണ് ആത്മാനുഭവത്തിൻ്റെയും സ്ഥിതി. അപ്പോൾ ശാസ്ത്രവിചാരവും ഗുരുപദേശവുമൊക്കെ മറവി മാറ്റാൻ മാത്രം. താനും ജഗത്തുമൊക്കെ ബോധരൂപമായ ബ്രഹ്മമാണെന്ന കാര്യം ശാസ്ത്രവും ഗുരുവും ജിജ്ഞാസുവിനെ ഓർമ്മിപ്പിക്കുന്നു, അത്രയുള്ളൂ. അപ്പോൾ തൻ്റെ ആത്മസ്ഥിതി സാധകന് സ്വാഭാവികമായി സ്വയം തെളിഞ്ഞു വരുന്നു. ഈശ്വരൻ തുടർന്നു, അപ്പോൾ ഗുരുപദേശവും മറ്റും നിരർത്ഥകമാണെന്നാണോ? അതല്ല. 285 പദ്യം. ഗുരുപദേശശാസ്ത്രാർത്ഥൈർവിനാ ചാത്മാന ബുദ്ധ്യതേ ഏതത് സംയോഗസത്തൈവ സ്വാത്മജ്ഞാനപ്രകാശിനി. ഗുരുപദേശവും ശാസ്ത്രവിചാരവും കൂടാതെ ആത്മാവ് ഗ്രഹിക്കപ്പെടുകയില്ല. ഗുരു, ശാസ്ത്രം, ശിഷ്യൻ ഇവയുടെ സമഞ്ജസമായ സമ്മേളനം കൊണ്ടേ സ്വരൂപമായ ആത്മാവ് പ്രകാശിക്കൂ. ഞാൻ മനുഷ്യനല്ലെന്ന് ഭ്രമിക്കുന്നവനോട് കുഞ്ഞേ നീ മനുഷ്യനാണ് എന്ന് അറിവുള്ളയാൾ ആവർത്തിച്ചു പറയുമ്പോൾ മനുഷ്യത്വം സ്വയം തെളിയുന്നത് പോലെ ഗുരുവും ശാസ്ത്രവിചാരവും ശിഷ്യനും തുടർന്ന് ഒരുമിക്കുന്നതോടുകൂടി പകൽ ലോകവ്യവഹാരമെന്ന പോലെ ആത്മജ്ഞാനം തെളിയാൻ ഇടവരുന്നു. ഹേ മുനിനായക, ഇതാണ് ജ്ഞാനിയുടെ ദേവാർച്ചനം. എന്നെപ്പോലുള്ള സത്യാന്വേഷികൾ ഈ പൂജാവിധിയിലൂടെയാണ് പരമപദം പ്രാപിച്ചത്. ഈ ജഗത്ത് ഇത് തീരെ ഇല്ലാത്തതാണ്, ഉള്ളതുപോലെ തോന്നുന്നു. ഉള്ളത് ആ ദേവൻ മാത്രം. ഒരിക്കൽ കൂടി വായിക്കാം. ഈ ജഗത്ത് തീരെ ഇല്ലാത്തതാണ്, ഉള്ളതുപോലെ തോന്നുന്നു, ഉള്ളതാ ദേവൻ മാത്രം. ബ്രഹ്മമെന്നും മറ്റും പല പേരുകളിൽ പറയപ്പെടുന്നത് ഈ ശുദ്ധബോധത്തെയാണ്. കേവല ബോധം അറിയപ്പെടുന്നത് എന്ന നിലയിലേക്ക് നീങ്ങി പേരുകൾക്ക് അർഹമായി ഭവിക്കുന്നു. കേവലബോധം അറിയപ്പെടുന്നത് എന്ന നിലയിലേക്ക് നീങ്ങി പേരുകൾക്ക് അർഹമായി ഭവിക്കുന്നു. ക്ഷണം കൊണ്ട് അറിയപ്പെടുന്നതെന്ന ഭാവനയിലെത്തി ഞാൻ എന്ന നിലയെ പ്രാപിക്കുന്നു. ക്ഷണം കൊണ്ട് അറിയപ്പെടുന്നതെന്ന ഭാവനയിലെത്തി ഞാൻ എന്ന നിലയെ പ്രാപിക്കുന്നു. മനുഷ്യൻ ഭാവന കൊണ്ട് സ്വപ്നത്തിൽ ഒരു കാട്ടാനയായി മാറുന്നത് പോലെ ഈ അഹന്ത ക്രമേണ കാലം, ദേശം എന്ന നിലകളിലെത്തി ശുദ്ധശൂന്യാകൃതികളായ അവയെ സഖിമാരെ പോലെ കൂട്ടുപിടിക്കുന്നു.
അവയാൽ ചുറ്റപ്പെട്ട ബോധസത്ത ജീവൻ എന്ന പേര് കൈക്കൊള്ളുന്നു. തുടർന്ന് അജ്ഞാനത്തിൽ തന്നെ നിന്നുകൊണ്ട് ബുദ്ധി എന്ന പേര് അംഗീകരിക്കുന്നു. ജീവശക്തി നിശ്ചയസ്വഭാവമുള്ള ബുദ്ധിയായിട്ട് മാറിയിട്ട് ശബ്ദശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മുന്നേറുന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് സ്മരണശക്തിയെ കൂട്ടുപിടിച്ച് മനസ്സായി രൂപം പ്രാപിക്കുന്നു. ഈ ശുദ്ധ ആത്മാവാണ് സങ്കല്പവൃക്ഷത്തിൻ്റെ മുഴുവൻ വിത്ത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ആദിവാഹിക ദേഹം. ഇതിൻ്റെ മറ്റൊരു പേരാണ് ആദിവാഹിക ദേഹം. സങ്കൽപ്പിച്ച് സംശയിക്കുന്ന ഇതിൻ്റെ ശക്തികൾ അനന്തങ്ങളാണ്. ഈ മനസ്സ് ആകാശാദി രൂപം കൈക്കൊണ്ട് ജഗത്തെന്ന പേരിൽ ഇങ്ങനെ പലവിധമായി അറിയപ്പെടുന്നു. ഇല്ലാത്ത ഭൂതത്താൻ ഇങ്ങനെ ചിത്തവാസനാരൂപത്തിൽ മനസ്സായിത്തീർന്ന് ക്രമേണ ജഗത്തായി ഭവിച്ചു. ഈ ഭൂതത്താൻ ശമിച്ചാൽ ഒടുങ്ങാത്ത ശാന്തി. കാനൽ ജലത്തിൽ എന്ന പോലെ അഹന്തയിലും ജഗത്തിലും ആസക്ത ചിത്തനായിരിക്കുന്ന പുരുഷ അധമനോട് ഈ സത്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേ കാര്യമില്ല. അവനെ കൈതട്ടി അകറ്റി നിർത്തേണ്ടതാണ്. സത്യദർശികൾ വിവേകിയായ ജീവന് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നു. കുട്ടികളെ, മോഹബദ്ധരായി ഭ്രമിച്ചു നടക്കുന്ന അധമന്മാരെ ഇതറിയിക്കുന്നില്ല. സ്വർണപ്രഭ വിതറുന്ന ഈ ആത്മതത്വം അജ്ഞനോട് ഉപദേശിക്കുന്നയാൾ സ്വപ്നത്തിൽ കണ്ട യുവാവിന് തൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വർണപ്രഭ വിതറുന്ന ഈ ആത്മതത്വം അജ്ഞനോട് ഉപദേശിക്കുന്നയാൾ സ്വപ്നത്തിൽ കണ്ട യുവാവിന് തൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഹർഷി, അങ്ങെന്തു ചോദിച്ചോ അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ സ്വസ്ഥാനത്തേക്ക് മടങ്ങുന്നു. വരൂ പാർവതി, നമുക്ക് പോകാം. വസിഷ്ഠൻ തുടർന്നു. ഇത്രയും പറഞ്ഞ് ഭഗവാൻ എണീറ്റു. ഞാൻ വീണ്ടും പുഷ്പാഞ്ജലി അർപ്പിച്ചു. പരിവാരസമേതനായി ഈശ്വരൻ അമ്പരകോടരത്തിൽ മറഞ്ഞു. രാമ, അന്നു മുതൽ ഇന്നുവരെ ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള ദേവാർച്ചനം നടത്തി ഞാൻ വ്യഗ്രതയൊന്നും കൂടാതെ ശാന്തനായി കഴിഞ്ഞുകൂടുന്നു. രാമ, ഈ ദേവാർച്ചന പിന്തുടർന്നുകൊണ്ട് ദുഃഖം സ്പർശിക്കാതെ എൻ്റെ ലോകവ്യവഹാരത്തിന് ആവശ്യമായ വാസനകളെ ഞാൻ അനായാസം കൊണ്ടു നടക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. രാമ, ഈ ദേവാർച്ചന പിന്തുടർന്നുകൊണ്ട് ദുഃഖം സ്പർശിക്കാതെ എൻ്റെ ലോകവ്യവഹാരത്തിന് ആവശ്യമായ വാസനകളെ ഞാൻ അനായാസം കൊണ്ടു നടക്കുന്നു. അന്നന്നു വന്നു ചേരുന്ന കർമ്മകുസുമങ്ങൾ കൊണ്ടെല്ലാം ഞാൻ ദേവനെ അർച്ചിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ എൻ്റെ കണ്ണിൽ ഞാൻ ദേവാർച്ചനം മാത്രം അനുഷ്ഠിക്കുന്നു. രാപ്പകൽ ഞാൻ ഇങ്ങനെയാണ് കഴിയുന്നത്. എല്ലാ ജീവികൾക്കും ഓരോ കർമ്മത്തിലും ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃബോധം സ്വാഭാവികമാണ്. യോഗിക്കാകട്ടെ അതെല്ലാം ദേവാർച്ചനം. രാമ, ഈ കാഴ്ചപ്പാട് അംഗീകരിച്ച് സംഘമുക്തനായി ഈ സംസാര കാനനത്തിൽ സുഖമായി വിഹരിക്കൂ. എന്തിന് ദുഃഖിക്കുന്നു? രാമൻ പറഞ്ഞു. ബ്രഹ്മൻ എൻ്റെ സംശയം വ്യക്തമായി നിവർത്തിച്ചിരിക്കുന്നു. അറിയേണ്ടതൊക്കെ അറിഞ്ഞു. അകൃത്രിമമായ ശാന്തി കൈവന്നു. മറ്റൊന്നിനും ഭേദിക്കാൻ കഴിയാത്തതും ആശയാകുന്ന മതയാനയെ പിടിച്ചു പാട്ടിലാക്കാൻ കരുത്തുള്ളതും സംസാര സമരത്തെ വേണ്ട പോലെ നേരിടാൻ കഴിവുള്ളതുമായ ധൈര്യം എനിക്ക് കൈവന്നിരിക്കുന്നു. വികൽപ്പങ്ങളൊക്കെ വിട്ടുമാറി ആശകളകന്നു. ദീനത പുരളാത്ത പൗരുഷം ലഭിച്ചു. 3 ലോകത്തും പ്രസന്നത കൈവിടാത്തവണ്ണം എൻ്റെ മനസ്സ് അതിരറ്റ സന്തോഷത്തെ സമാശ്ലേഷിക്കുന്നു. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ദേവപൂജോപാഖ്യാനം നാമ ദ്വിതീയ സർഗ. 3-ാം സർഗം ബിൽവോപാഖ്യാനം. 3-ാം സർഗം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.